ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിലെ MCQ സെക്ഷൻ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയോൺസ് റിഫേഴ്സ് ടു. വാട്ട് ഈസ് ന്യൂക്ലിയോൺസ്? ഓപ്ഷൻ എ പ്രോട്ടോൺസ്, ബി ന്യൂട്രോൺസ്, സി ബോത്ത്, ഡി നൺ. നമുക്കറിയാം ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിളിനെയാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അത് പ്രോട്ടോണും ഉണ്ടാവും ന്യൂട്രോണും ഉണ്ടാവും, അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത്. ഓക്കെ, സോ ന്യൂക്ലിയൻസ് റിവേഴ്സ് ടു ബോത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ദാറ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ കോൾഡ്. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അപ്പോൾ നമുക്കറിയാം പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ മീനിങ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് മീൻസ് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അതിന് നമ്മൾ പറയണേ ഓപ്ഷൻ എ ഐസോട്ടോപ്പ്, ബി ഐസോബാർ, സി ഐസോട്ടോൺ, ഡി നൺ. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് വെച്ചാൽ സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. അതിന് നമ്മൾ പറയുന്നത് ഐസോട്ടോപ്പാണ്. ഓക്കെ, ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്? സെയിം അറ്റോമിക് മാസ്, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഐസോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാസ് നമ്പർ എ ഈസ് ഗിവൺ ബൈ. നമ്മളോട് പറയുവാണ് ഇസഡ് എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ ആണ്. ഇസഡ് എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ ആണ്. എൻ എന്ന് പറഞ്ഞ ന്യൂട്രോൺ ആണ്. ഓക്കെ, സോ മാസ് നമ്പർ എ ഈസ്, അപ്പം നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n is equal to atomic mass number minus atomic number ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്? മാസ് നമ്പർ എ ആണ്. അപ്പോൾ n is equal to a minus z ആണ്. അപ്പോൾ a is given by n plus z ആണ്. a is given by n plus z. ഓക്കെ, so the answer is given by B, z plus n. So the n is equal to a minus z എന്ന് പറയും. നമുക്കറിയാവുന്ന ഇക്വേഷൻ അതാണ്. സോ ഓപ്ഷൻ ബി. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻ എലമെൻറ്റ് വിത്ത് ആൻ അറ്റോമിക് നമ്പർ ഈക്വൽ ടു 1 exists in 3 isotopes, namely 1H1, 2H1, 3H1. Which of these only one electron in the outermost shell? ഓക്കെ, ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 ഇങ്ങനെ വായിക്കുക, 1H1, 2H1, 3H1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ താഴെ എഴുതുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, ഇത് മാസ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസിനും സെയിം ആയിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എല്ലാം സെയിം ആണ്, 1 ആണ്, അല്ലേ? ഇതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എല്ലാം സെയിം ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. സോ 1 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഉള്ളത് ഏതായിരിക്കും? എല്ലാത്തിലും അങ്ങനെയായിരിക്കും, അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 ആണ്. ഏതിൽ? എല്ലാത്തിലും 1 ആയിരിക്കും. ബിക്കോസ് ഇവിടെ നമ്പർ ഓഫ് 1H1 ഇത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണെന്ന് നമുക്കറിയാം. ഇതിലെല്ലാത്തിലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 1 ആണ്. Next question. In which isotope of oxygen out of O16? Next question. In which isotope of oxygen out of O16, O17 and O18 there are equal number of proton, electrons and neutrons? അപ്പോൾ നമുക്കറിയാം ഐസോട്ടോപ്പ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്കെ, അപ്പോൾ O16 നമ്മൾ എടുക്കുവാണെങ്കിൽ, O16 ഐസോട്ടോപ്പ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ 8 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോണും 8 ആണ്. ന്യൂട്രോൺസ് ഓഫ് 16 മൈനസ് 8 ഈക്വൽ ടു 8 ആണ്. സോ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺ ഏതിനായിരിക്കും? O16 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which isotope of chlorine out of chlorine 1735 and chlorine 1737 has a greater number of neutrons than that of protons? അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, ന്യൂട്രോൺസ്
ഫസ്റ്റ് കേസിൽ എന്താണ് 35 മൈനസ് 17 ന്യൂട്രോൺസ് 35 മൈനസ് 17 അത് ഈക്വൽ ടു 18 രണ്ടാമത്തെ കേസിലോ n is equal to 37 മൈനസ് 17 ഈക്വൽ ടു 20 ഇവിടെ ചോദിച്ചേക്കണം എന്താണ് വിച്ച് ഐസോട്ടോപ്പ് ഓഫ് ക്ലോറിൻ ഔട്ട് ഓഫ് ഹാസ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ന്യൂട്രോൺ ദാൻ പ്രോട്ടോൺ. ഇവിടെ പ്രോട്ടോൺ 17 18 17 കൂടുതലാണ്. ഓക്കെ 18 കൂടുതലാണ്. ഇവിടെ 20 17 കൂടുതലാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും രണ്ടിലും നമുക്കറിയാം എന്താണ് ഗ്രേറ്റർ നമ്പർ ഓഫ് ന്യൂട്രോൺ ദാൻ പ്രോട്ടോൺസ്. ഓക്കെ ഇതിൻ്റെ ആൻസർ ഇതാണ് ഡി ആണ് ആൻസർ, ബോത്താണ് ആൻസർ. ഓക്കെ രണ്ടിലും ന്യൂട്രോൺസ് കൂടുതലാണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് റെപ്രസെൻറ്റ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് വെച്ചാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ 14 മൈനസ് 6 എന്താണ് 8, 16 മൈനസ് 8 ഈക്വൽ ടു 8. ഈ കേസിൽ മാത്രമാണ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളത്. അതിനാണ് നമ്മൾ ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഈ ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ എന്താണ് 0 1 വരും, ശരിയാവത്തില്ല. ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ.